ഹലോ ഗൈസ്, ഹലോ 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 ഹലോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ബാക്ക് ടു അടുത്തൊരു വീഡിയോ. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് നമ്മളെ സൂപ്പർ മാർക്കറ്റിൻ്റെ റീ ഓപ്പണിങ് കേട്ടാ. ഞാൻ കഴിഞ്ഞ വീഡിയോ ലാസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കടയൊക്കെ പൊളിച്ച് വീണ്ടും സെറ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ തിരിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നുണ്ട് നമ്മളെ കട ഫുൾ സെറ്റ്. അതിന് മുമ്പ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. നമ്മളെ കടയിലേക്ക് പണിക്കാരെടുക്കാണ്ട് വെയിറ്റ്. ഓക്കെ, മാറ്റട്ടെ. ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തത്. ഇവിടെയൊക്കെ സ്പേസ് ഉണ്ട്. ഇവിടെയൊക്കെ പുതിയ സംഭവം സെറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ ചെയ്യാം. ഞാൻ എന്തായാലും നമ്മളെ പണിക്കാരൊക്കെ തിരിച്ച് പണിക്കെടുക്കത്തിട്ടുണ്ട്. എവിടെ ഇരുന്നത് ഞാൻ മറന്ന്. കുറച്ച് ദിവസമായി കയറിയിട്ടേ. ബില്ല് കുറണ്ടല്ലോ. ഓക്കെ, ഹയറിങ്. അയ്യോ, ഫയർ അല്ല, ഹയർ. കെഷ്യർ കെഷ്യർ റിസ്റ്റോക്കർ 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 പർച്ചേസ് റാക്ക്. റീസ്റ്റോക്കർ അപ്പം കിട്ടും. എടാ, ഇവനെങ്ങോട്ട് പോകുന്നു തീർത്തിട്ട്? എടേ, നല്ല കുട്ടികൾ, നല്ല കുട്ടികൾ. ആയിക്കോട്ടെ. ഇവനെവിടെ പോന്നു? ഓക്കെ. അവനത് സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ 3 പണിക്കാരും ആയിട്ടുണ്ട്. റിക്വയർഡ് ലെവൽ 50. ഒരു ലെവലും കൂടി കടന്നാൽ നമുക്കൊരു ക്യാഷ്യറിനും കൂടി വെക്കാം കേട്ടാ. അത് മിക്കവാറും ഇന്ന് തന്നെ ആവും. ഓക്കെ, നമുക്ക് എന്തായാലും കട അങ്ങ് തുറന്നേക്കാം. അപ്പോൾ റീ ഓപ്പണിങ് അവർ സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ചെയ്തേ. അതിനും വരുവാടേ. ഇതൊക്കെ തിരിച്ചു കയറ്റാണല്ലോ. വരുന്നുണ്ടാവല്ലോ. ലൈറ്റിങ് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. ഷിറ്റ്. കുഴപ്പമില്ല, അത്യാവശ്യം ലൈറ്റിങ് ഉണ്ട്. എന്തൊരു കുറേ ഉണ്ടല്ലോ അത്. ഇവിടെ ഒക്കെ ഇത്രയും സാധനങ്ങൾ ഇതുണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ അവന്മാർ ഫില്ല് ചെയ്യുന്നുണ്ട്. ചെക്കാറാത്ത കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലേ. ആൾക്കാർ ഏത് വഴി കയറുന്നത്? ഇതുവഴിയും കയറാം, ഇതിൽ കൂടെ പോവാം, ഇതിൽ കൂടെ അങ്ങോട്ട് പോവാം. എല്ലായിടത്തും കൂടി വഴിയുണ്ട്. ഇവിടെ ഒരു ഫ്രിഡ്ജ് ഇരിക്കുന്നുണ്ട്. ഫ്രീസർ ഐറ്റംസ് കുറവാണ്. മിക്കവാറും ഇവിടെയും കുറച്ച് ഷെൽഫ് ഇട്ടിട്ട് ഈ ഫ്രീസറൊക്കെ എടുത്ത് വെക്കേണ്ടി വരും. പുതിയ ലൈസൻസ് എടുത്തിട്ടേ പറയാൻ പറ്റത്തുള്ളൂ എന്തൊക്കെ എവിടെയൊക്കെ വെക്കേണ്ടിയെന്നുള്ളത്. ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ഡേ കച്ചവടം മാത്രമേ കാണിക്കുന്നുള്ളൂ. ഫസ്റ്റ് ഡേ നമ്മളൊരു $7500 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് തീരുമ്പോൾ എത്ര ഡോളർ കിട്ടും നോക്കാം. കസ്റ്റമേഴ്സൊക്കെ ആകാലമ്പായി കിടക്കുമായിരുന്നു. കാരണം നമ്മളന്ന് കുറേ സാധനം റീസ്റ്റോക്ക് ചെയ്യാത്തതും പിന്നെ നമുക്ക് കടക്കല്ലിയാക്കലായിരുന്നല്ലോ. എൻ്റെ കൗണ്ടറിലോട്ടാണല്ലോ ആദ്യത്തെ കസ്റ്റമർ. പ്രൈസൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര? ഇനി ഞാൻ കറക്റ്റ് എനിക്ക് ചില്ലറൊക്കെ കറക്റ്റ് കൊടുക്കും. ഇത് ഇടത്തോട്ടായതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് റെഡി ആവുന്നില്ല കേട്ടാ. എത്രയായി? 7700. വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും നമുക്ക് നോക്കാം. ഒരാടാ ഫില്ല് ചെയ്ത് തരണടാ. എനിക്ക് ഐഡിയ കിട്ടി. എനിക്ക് ഇതൊക്കെ തീർന്നോട്ടെ, കുഴപ്പമില്ല. നമുക്ക് എല്ലാ ഡേയ്സും രാവിലെ ഫില്ല് ചെയ്തിട്ട് കട ഉറക്കത്തുള്ളൂ. അത് ഞാൻ സെറ്റ് ചെയ്തോണ്ട്. ലൈക്ക് ഞാൻ ഇനി നിങ്ങളെ ഫില്ല് ചെയ്യുന്നൊന്നും കാണിക്കത്തില്ല. ഇത് ഫില്ല് ചെയ്യുന്നൊന്നും കാണിക്കില്ല. ലൈസൻസ് എന്തെങ്കിലും വാങ്ങിക്കാണ്ടെങ്കിൽ അത് വാങ്ങിക്കും. അങ്ങനെ ചെയ്യുള്ളൂ. ഫുൾ അവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ കട തുറക്കത്തുള്ളൂ. അപ്പോൾ ഇനി അങ്ങനെയാണ് എൻ്റെ പ്ലാൻ. ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടാ. ലെവൽ 50 ആയി. വെയിറ്റ്, പുതിയ കാഷ്യർ വെക്കാം. ഞാൻ ഇതിന് പണിയെടുത്ത് കഷ്ടപ്പെടുന്നു. പണിയെടുക്കാം. അവിടെ റീസ്റ്റോക്കർ വേണം. റീസ്റ്റോക്കർ വേണമെങ്കിൽ 3 റാക്കും കൂടി പർച്ചേസ് ചെയ്യണം. എന്നാ എന്നിട്ട് പർച്ചേസ് ചെയ്തല്ലേ? 3 റാക്കല്ലേ? 3 റാക്ക്. സ്മോൾ റാക്ക്. സ്മോളല്ലേ ഉള്ളൂ. 3 എണ്ണം. ഓക്കെ, വെയിറ്റ്. ഇതെങ്ങനെ ഇടുന്നു? അല്ല, 3 എണ്ണം പർച്ചേസ് ചെയ്താൽ മതിയാ? ഫിറ്റ് ചെയ്യാൻ വേണം കേട്ടാ.
ആവശ്യമുള്ള സാധനം അവിടെ ഇരിക്കട്ടെ. ഓക്കെ, നടക്കാനുള്ള ഗ്യാപ്പുണ്ട്. വന്നല്ലോ. സ്റ്റോക്കർ പുതിയ ആളെ ഇടയാൻ പറ്റും. ഇത് നമുക്ക് അവിടെ ഇത് പുറത്തേക്ക് ഇടാൻ പറ്റുന്ന വലിയ ഉപകാരമായിരുന്നു കേട്ടോ. അവിടെ ഇരിക്കട്ടെ. ഓക്കെ, കറക്റ്റാണ്, നടക്കാനൊക്കെ പറ്റും. കാശ് വരുന്നുണ്ടാ? അങ്ങനെയുണ്ട്. അവിടെ കച്ചവടം ഉണ്ട് കേട്ടാ, സാധനമൊക്കെ വാങ്ങിക്കുന്നുണ്ട്, നല്ലോണം പോകുന്നുണ്ട്. അപ്പം ഞാൻ ഇനി ഇവിടെ പണിയെടുക്കത്തില്ല, ഞാൻ ഓൺലി ഇത് സ്റ്റോക്ക് ഫില്ലയിൽ മാത്രം. ഇവിടെ മോനെ ഇപ്പോഴാണ് സെറ്റായത്. കണ്ട കടക്കെ ഓറഞ്ച് ജ്യൂസ് വല്ല ചിലവുണ്ടോ? പുറത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാണ്ട്. പിയാൽ ഓക്കെ, ഒരു ഒറ്റ പാക്കറ്റും കൂടെ ഉണ്ട്. ഫസ്റ്റ് ഡേ ഓഫർ കൊടുക്കായിരുന്നല്ലേ? അയ്യോ, അടുത്ത പ്രാവശ്യം തരാം. ഇനി എത്ര പ്രാവശ്യം പൊടിക്കാനുള്ള കടയെന്നറിയോ? ഓക്കെ, അത് ഫില്ലായി. ടൂണാ ഫുള്ളായാ? ഓക്കെ, അത് ആ പെട്ടിക്കല്ലി നന്ദിയുണ്ടേ. ഞാനതിൻ്റെ അടുത്തോ ലൈറ്റ് ഞാനേ അതിൻ്റെ അകത്തൊന്നും ശരിയാവത്തില്ല. രാത്രി ആകുമ്പോൾ എന്താണോ ഭയങ്കര കത്തൽ കടക്ക്. ഓ, ഇങ്ങോട്ട് ലൈറ്റ് വെക്കണ? വേണ്ട വേണ്ട, ഉണ്ട്, അത്യാവശ്യമുണ്ട്. നമ്മളെ കാഷ്യറിന് ലൈറ്റില്ല വേണം. നോട്ട് വല്ലതും മാറിയിട്ട് കൊടുക്കണോ? മരക്കും മുതുപണി. അതാ പണിയിട്ട്. അപ്പം നമ്മളെല്ലാവരും എടുത്ത് കേട്ടാ, എല്ലാ കാഷ്യസിനും എടുത്ത്, റീസ്റ്റോക്കറിനെ എടുത്ത് സെറ്റാണ്. സെക്ഷൻ വലുതാക്കണ? ഇവിടെ 24,000. കാശില്ലല്ലോ. കാശില്ല. റീക്വയർഡ് നമുക്ക് ഇതുവരെയുള്ള സെക്ഷൻ വാങ്ങിക്കാൻ പറ്റും, കാശുണ്ടാക്കണം. ലൈസൻസും കുറേ ലൈസൻസ് വാങ്ങിക്കാൻ പറ്റും കേട്ടാ. 6 ലൈസൻസ് വാങ്ങിക്കാൻ പറ്റും. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിരുന്നു തോന്നുന്നു. ഓക്കെ, പോട്ടെ. അവിടെ വലിയ കച്ചവടമൊന്നുമില്ല കേട്ടാ. ഇത്തിരി നേരം കട തുറന്ന് വെച്ചിട്ടും 10,000 ആയിട്ടുള്ളൂ. ഇനി ഇവന്മാർ ക്യാഷ് സ്ലോ ആണ്. ഓക്കെ, ഒരു ദിവസത്തെ കച്ചവടം അത്രേ ഉള്ളൂ. സോ സാഡ്. ഞാൻ ലേറ്റായ കട തുറക്കാൻ? ഇല്ല. അല്ലെങ്കിൽ ഞാൻ കാശ് കുറച്ചിട്ടാണ് ഈ സാധനത്തിന് ഇട്ടിരിക്കുന്നത്. കുറച്ച് കാശ് കൂട്ടിയിട്ടല്ലേ? വേണ്ട. എന്തോ പറഞ്ഞ പെണ്ണ്. അയ്യോ, സജഷൻ എടുക്കണം ഇവിടെ വന്നിട്ട്. ആൾക്കാരെ അഭിപ്രായം ചോദിക്കണം. ആ തടം മുളി കാണിക്കുമല്ലോ, എന്താന്ന് വായിക്കാൻ കിട്ടുന്നില്ല. ക്യൂ ഫുള്ളൊന്നുമല്ലോ. പണ്ടേ അങ്ങനെ പണിയെടുക്കൂല. ഇവിടെ ടാബ്ലറ്റ് ഇട്ട് ഞാൻ നിന്നാല. നേരെ പുറത്തോട്ട് വരാം. ഇനിയിപ്പോൾ അകത്തോട്ട് കയറണമെങ്കിൽ ഇതിൽ കൂടിയും കയറാം. എങ്ങനെയുണ്ട്? ഇത് സെറ്റ് ചെയ്ത് ലൈവ് എടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ലൈവിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ ലൈവിൽ നോക്കിയാൽ മതി, എതിലും കിടക്കുന്നുണ്ടാവും ലൈവ്. ഇത് ഫുൾ നമ്മൾ സെറ്റ് ചെയ്തത് ആരുടെയൊക്കെ ഐഡിയ ഒക്കെ കൊണ്ട് തന്നെയാണ് സെറ്റ് ചെയ്തത്. ആരൊക്കെയോ ഐഡിയ പറഞ്ഞെന്ന് സെറ്റപ്പ് ആക്കിയായിരുന്നു. അവിടെ ഒരു ദിവസത്തെ കച്ചവടം 3000 ഉള്ളൂ. പണ്ടത്തെ നല്ല ഉണ്ടാക്കിയിരുന്നത്.
എന്തോ എവിടെയോ ഒരു തകരാറ് പറ്റി. സ്റ്റോക്കർ വന്ന വിട്ടിട്ട് പണിയെടുത്തോണ്ടിരിക്കേ. ഒരു ഇതില്ല, അവനക്ക് റെസ്റ്റ് ഇല്ല. മൂത്തുപണിയാ. എനിക്ക് രാത്രി അവിടെ നിൽക്കാൻ പറ്റില്ല, അതാ പ്രശ്നം. ഇതൊക്കെ എന്താ, ഇതൊക്കെ കൊണ്ടുപോയി വെക്കാം. എന്തിനാ വെറുതെ ഇനി അത് കിടക്കുന്നോണ്ടാവണം എനിക്ക് കത്തല്. നമുക്കിതൊക്കെ പറക്കി കച്ചറക്കൊട്ട ഇടാം. മിക്കവാറും അതുകൊണ്ടായിരിക്കാം പെട്ടി കൂടിയ ലേഖടിക്കാൻ ചാൻസ് ഉണ്ടേ, അല്ലെങ്കിൽ ലൈറ്റിന് തന്നെ ആയിരിക്കും. വേണ്ട, ഇങ്ങോട്ട് കിടക്കുമ്പോൾ ലാഗില്ല, ഇങ്ങോട്ട് കിടക്കുമ്പോൾ അല്ല ലാഗ്, ഇങ്ങോട്ട് കിടക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. ആ ലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ആവും. അങ്ങോട്ട് കിടക്കുമ്പോൾ വലിയ ഇഷ്യൂ ഉണ്ടാവില്ല. അവിടെ ഒക്കെ സ്മൂത്താ. അങ്ങോട്ടങ്ങോട്ട് തിരിഞ്ഞാൽ പോയി. ഇതിൻ്റെ അകത്തൊന്നും ഇല്ലല്ലോ അല്ലേ. ഇന്റർനാഷണൽ ഡെലിവറി. ഓ ആയിക്കോട്ടെ. ഓ പെട്ടി. കുഞ്ഞപ്പൻ, കൊട്ടപ്പൻ, തങ്കപ്പൻ, പൊന്നപ്പൻ. 4 റീസ്റ്റോക്കേഴ്സ്. പെട്ടിയൊക്കെ കാലിയാക്കി, എന്നിട്ടൊരു മാറ്റമില്ല. അപ്പം മുഞ്ചി. ഒരു പാക്കറ്റ് പാലുണ്ടായിരുന്നു. ഇത് വെക്കാൻ സ്ഥലമുണ്ടോ? ഇല്ല. ആ നാറുകൾ ഫില്ല് ചെയ്തെന്നാണ്. ഇങ്ങനെ ആത്മാർത്ഥതയുള്ളവന്മാരെ കൊണ്ട് ഞാൻ ഇതും ഫില്ല് ചെയ്ത്. ഓറഞ്ച് ജ്യൂസിനെങ്കിലും അതും ഫില്ല് ചെയ്ത് വെച്ചവൻ. ഈയട ആരും റെസ്റ്റ് നടക്കുന്നില്ല, എല്ലാവരും ഫില്ല് ചെയ്തോണ്ടിരിക്കുക. കാലിയാക്കി അത്. ഏതൊരു സാധനം കാലിയാ. ബ്രെഡ് ഉണ്ട്. ഇല്ല, ഒന്നും കാലിയായിട്ടൊന്നുമില്ല. കാലി. ചിക്കൻ വരുത്തണം, നല്ല ചിക്കൻ. കഴിഞ്ഞില്ലേ? അപ്പം നമുക്ക് കടടക്കാം. ഫസ്റ്റ് ദിവസം സാറ്റിസ്ഫൈഡ്. പ്രോഡക്ട്സ് ഫൗണ്ട് എക്സ്പെൻസീവ് 19. അയ്യടാ. ടോട്ടൽ പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഉണ്ടാ. സപ്ലൈ കോസ്റ്റ് 26,000. ഇൻകം 5,500. 5,500 ഇൻകം നമ്മുടെ. പിസ്സ, എഗ്, ഫ്രഞ്ച് ഫ്രൈസ്. പിസ്സ വില കൂടിയാ. 5.4. എഗ് എവിടെ? ഏത് എഗ്ഗിനാണോ കൂടിയത്? 3.4. ഇതിന് വില കുറഞ്ഞ 5.8. പിന്നെന്തോ ഒരു സാധനം കൊണ്ടായിരുന്നല്ലേ? 2 കൊണ്ടായിരുന്നു. പിന്നെ നോക്കിയാൽ മതി. ഫ്ലോറ്, ചുവപ്പും വെള്ളയും ഫ്ലോറ്. ഫ്രഞ്ച് ഫ്രൈസ്. ഫ്ലോർ ഇതിന് കൂടിയിട്ടുണ്ട്. നല്ല വില കൂടിയതിന്. 7.3. ഓക്കെ, ഇന്നത്തെ കൂടി കട തുറന്നിട്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുവാണ്. നമുക്ക് അടുത്ത വീഡിയോയിലെല്ലാം പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങിക്കാൻ നോക്കാം. അപ്പോൾ ഇന്നത്തെ കച്ചവടം കൂടി എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. നമുക്ക് എത്ര എമൗണ്ട് കിട്ടും എന്ന് അറിയണമല്ലോ. ആണല്ലോ അല്ലേ? ഓക്കെ, വെള്ളമുണ്ട്, പാലുണ്ട്, ജ്യൂസുണ്ട്, നെറ്റ സാധനം. കടന്നു നല്ല വില കുറവല്ലാത്തിനും. പ്രൊഡക്ട്സ് ഫൗണ്ട് എക്സ്പെൻസീവ് ആയി. എന്നാലും എന്തിനായിരുന്നു വെറുതെ തള്ളി മറിക്കാണ്. എല്ലാത്തിനും മാന്യമായ വിലയാണ് എന്നല്ല ഞാൻ ഇട്ടത്.
22 നല്ല വിലയാണ്, കുഴപ്പമില്ലാത്ത വിലയാണ്. 3.2 എടാ വില കുറവിനൊക്കെ സാധനം കിടക്കുന്നത്. അയ്യോ അയ്യോ നഷ്ട കച്ചവടമായിരുന്നല്ലേ ഞാൻ ഇട്ടിരുന്നത്. അവിടെ ഇതിനൊക്കെ വില കുറവ്, മാർക്കറ്റ് പ്രൈസ്. എന്തോ എവിടെയോ തകരാറ് പറ്റിയല്ലോ ഇപ്പോൾ. ഇല്ല, ചില തരത്തിന് മാത്രമേ ഉള്ളൂ. മിക്കവാറും ഇന്നലെ വില കൂടിയ വല്ല ഐറ്റംസ് ആയിരിക്കും. ഓക്കെ സെറ്റ്. ഓ ഇവിടെ കട്ടെ. ഉരുളക്കിഴങ്ങിനൊക്കെ എന്താ വില? സ്പെഷ്യൽ ഓഫറിന് ഇട്ട് കൊടുക്കാം. 12.50. അവനെടുക്കട്ടെ, അവനെടുത്തുകൊണ്ട് മാറ്റാം. 5.9. എവിടെ 12 കിടക്കുന്ന അതിൻ്റെ വില. ആരടാ കൂട്ടിയിട്ട്? ഓ ഇതിനും ഇതേ കൂടുതൽ. അതെന്തായാലും കുഴപ്പമില്ല. ഇതിന് കറക്റ്റ് മാർക്കറ്റ് പ്രൈസ് ഒക്കെ എന്നിട്ട് ആരും വാങ്ങില്ല. വില അതൊക്കെ കറക്റ്റാണ്. 19 മതി. അതിന് കുറച്ച് കൂട്ടിടണം, അത് പെട്ടെന്ന് തീർന്നുമാണ്. ആ സാധനം ഇടയ്ക്ക് വെച്ച് മടുത്തു. തീർന്ന അത് കച്ചവടം അതിനുണ്ട്, ആൾക്കാരൊക്കെ ഉണ്ട്. സ്റ്റോക്ക് വല്ലതും തീർന്നാണോ? നാളെ ഫില്ല് ചെയ്യാം. നാളെ ഞാൻ ഫില്ല് ചെയ്തിട്ട് വരാം. നിങ്ങളെ കാണിക്കുന്നില്ല, വെറുതെ പോസ്റ്റ് ആവും. എന്തായാലും ഇപ്പോൾ കട ഞാൻ വെറുതെ അടക്കല്ലേ, ഞാനിപ്പോൾ ഓർഡർ ചെയ്യല്ലേ കുറേ സാധനങ്ങളൊക്കെ. ടിഷ്യൂ 4. ഒറ്റ നമുക്ക് ഇപ്പം തന്നെ ഓർഡർ ചെയ്ത് എത്തിയാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. വാഷിങ്ങിൻ്റെ സാധനം 1. ഇവിടെ എന്തെങ്കിലും ഫില്ല് ചെയ്യണ്ട. ഇവിടെ ഇതൊക്കെ ഫില്ലാക്കി വെച്ച് കിടന്ന അറിയട്. 60 പാക്കറ്റ് പാലെടുക്കുന്നില്ല അല്ലേ? വെള്ളക്കുപ്പി എങ്ങനെ എടുക്കോ? കറക്റ്റ് 3 സെറ്റ്. അതങ്ങ് തീർന്നു. ഇത് 4 എടുത്തോ. തീർന്നാ? തീർന്നു. അതും തീർന്നു. ഈ 2 സാധനം അത് മെല്ലെ തീർക്കാം. ഇവിടെ ചിക്കൻ കാലിയായി. രണ്ട് 4 8 എണ്ണം വേണ്ടി വരും. തൽക്കാലം 6 ഇരിക്കട്ടെ. അത് കുറച്ച് കൂടിപ്പോയി എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടാ. ചിക്കൻ കുഴപ്പമില്ല, അവന്മാർ ഫില്ല് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ ഫില്ല് ചെയ്താ
കൊണ്ടുപോകണം അതേപോലെ തന്നെ. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഭയങ്കര ഇരട്ട്. ലൈറ്റ് ഇട്ടാൽ ഞാൻ കത്തും, അതുകൊണ്ട് ലൈറ്റ് ഇടാത്ത കേട്ടാ. അല്ലാണ്ട് കൊണ്ടു വേണമെന്നില്ലാണ്ട് ഇനിയിടാം, കുഴപ്പമില്ല. ഓറഞ്ച് ജ്യൂസ് ആരും എടുത്തോ. അവിടെ എന്താണ് ഓറഞ്ച് ജ്യൂസിന് വില കൂടുതലല്ലോ ആണോ? ആരെന്താ ഓറഞ്ച് ജ്യൂസ് എടുക്കാത്ത? ആ അല്ലല്ലോ റോണല്ലോ. ആ പിയാൽ അയാൾ വാരിട്ടിരുന്നു. ആ പിയാൽ കഴിഞ്ഞു. ഇതോ പാക്കറ്റ് പിയാൽ 15,000 ആയി. എന്നാലും പോരാ ഏട്ടാ. ഞാൻ വിചാരിച്ച അത്ര ഒന്നും ലാഭം കിട്ടുന്നില്ല ഏട്ടാ. ഞാൻ പണ്ടത്തെ പോലെ ബ്ലേഡ് ആവേണ്ടിരിഞ്ഞി. ബ്ലേഡ് ആക്കിയാലേ ഇനി ലാഭം കിട്ടുള്ളൂ എന്നാണാ? അങ്ങനെയാണാ? പിന്നെ വീണ്ടും ബ്ലേഡ് ആക്കും. ഞാൻ ഇറക്കിയ കാശ് പോലും കിട്ടില്ല ആവണത്. അവിടെ സാധനം തീർന്നിരിക്കുന്നു. എടാ ഒന്ന് ഫില്ല് ചെയ്യടാ. അവിടെ അത് പറഞ്ഞപ്പോ ഇത് ഫില്ല് ചെയ്യുന്ന എന്തൊരു കഷ്ടമാണിത്. ചിക്കനൊക്കെ അതിലെടുത്താ? ചിക്കൻ ഫുള്ള് ഇതിന് തീർന്നോ? ഓ പൊറ്റാറ്റോ. ഓ ഇത് തീർന്നു കേട്ടാ. സ്പെഗറ്റി വേറെ തീർന്നു. സ്പെഗറ്റി, പൊറ്റാറ്റോ, വാഷിംഗ് ടവല്, ടോയ്ലറ്റ് പേപ്പർ. ആ ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ ഞാൻ ഒരെണ്ണം കൂടി ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ സാധനങ്ങൾ വന്നേ നോക്കിയിട്ട് അതിനനുസരിച്ച് ഇടാനാണ് എൻ്റെ പ്ലാൻ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു. നമുക്ക് പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങിയാൽ ഇനി എന്തൊക്കെ വേണം എന്നുള്ളത് അറിയുള്ളൂ. നമുക്ക് ഫ്രിഡ്ജാണോ വേണ്ടിയത്, അല്ലെങ്കിൽ ഷെൽഫാണോ വേണ്ടിയത്, അല്ലെങ്കിൽ ഫ്രീസറാണോ വേണ്ടിയത് എന്നുള്ളത് അറിയില്ല. ഇതേ കട കൂട്ടാൻ ടൈമായി. പെട്ടെന്ന് എടുക്ക്. ആ വാരിട്ടോ മൊത്തം വാരിയെടുത്തോ. വേണ്ടേ വേണ്ടോ? ആർക്ക് പോയി? എനിക്ക് പോയി. കുറണ്ടല്ലോ അത്. മറച്ചു വെക്കാനാണാ? ഇയാള് മറച്ചു വെക്കാൻ തന്നെ ചേട്ടാ. ഒക്കെ 3 വെച്ചിട്ട് എടുക്കുന്നുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് ബില്ലടിച്ച് കൊടുക്കടാ. സാർ അപ്പുറത്തൊരാൾ വെറുതെ പണിയെടുക്കാൻ നിൽക്കുന്നുണ്ട്. ഒരാൾക്ക് വേണമെങ്കിൽ അവിടെ പോയി ക്യൂ നിൽക്കാം കേട്ടോ. നിങ്ങളിവിടെ ഇങ്ങനെ ഇത്ര ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേ അവിടെ കണ്ട അവന് ബുദ്ധിയുണ്ട്. അർണോൾഡ് പോയിന്ന്. അർണോൾഡും മറിച്ച് വെക്കാനുള്ള പരിപാടിയാണ്. 3 വെച്ചിട്ടല്ല അതുകൊണ്ട്. സാർ വലിയ കവർ വേണോ? വേണ്ട. ഓക്കെ വേണ്ട. കട കഴിഞ്ഞ ആൾക്കാരൊക്കെ കഴിഞ്ഞു. അടി പെട്ടെന്നടി. അടയ്ക്ക് അങ്ങോട്ട് വെക്കടാ. പെട്ടെന്നായിക്കോട്ടെ. നോർവേ എന്തൊരു സാധനോ? മറ്റേ ഫിഷ് അല്ലേ അത്? ഫിഷാണെന്നാണ്. ഇത് ഉപ്പ്. അത് പാസ്ത. കഴിഞ്ഞ് കട കാര്യമായി. അല്ല അങ്ങനെയല്ല, ആൾക്കാർ കാര്യമായി. സാധനം കാര്യമായിട്ടില്ല എപ്പോഴും. അവിടെ ഇന്നും അധികമൊന്നും കാശുണ്ടായിട്ടില്ല കേട്ടോ. 5000 സംതിങ് തന്നെ വന്നിട്ടുള്ളൂ. $5000 ഓൺലി. പോയി ഓറഞ്ച് ജ്യൂസ് ആരും എടുത്താ? അവിടെ ഓറഞ്ച് ജ്യൂസ് ആർക്കും വേണ്ടേ? എന്താ ഇങ്ങനെ? ഓക്കെ, അപ്പം ഞാൻ കട അടക്കുവാണ്. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുവാണ്. ഞാൻ ഇന്നത്തെ കാണിച്ചു തരാം. സമ്മറി 63 കസ്റ്റമേഴ്സ്. കൂടി വരുന്നുണ്ട്. നമുക്കൊരു ടൈമിൽ 100 സംതിങ് കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാ. കൂടി വരുന്നുണ്ട്. കുഴപ്പമില്ല, സെറ്റാക്കാം. സ്റ്റോർ പോയിന്റ് +400 കൂടി.
$5600 നമ്മളിന്ന് ഉണ്ടാക്കി, മൊത്തം $17000. അപ്പോൾ ബൈ ഗൈസ്, എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്ത വീഡിയോ ഞാൻ വരുമ്പോൾ ഇപ്പോൾ സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് പിന്നെന്താ എല്ലാ സാധനവും ഫില്ല് ചെയ്ത് അടിപൊളിയാക്കി ഇതാക്കിയിട്ട് വരാം. എന്താക്കിയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ ലൈസൻസ് എടുക്കാം, പുതിയ പ്രൊഡക്റ്റ് ലൈസൻസ് എടുക്കാം. ഞാൻ ഓരോ വീഡിയോ ആക്കിയിട്ട് ഇടാം, ഓരോ പ്രൊഡക്റ്റ് ലൈസൻസ് എടുക്കുന്നത്. ഐ മീൻ ചിലപ്പോൾ ചെറിയ വീഡിയോ ആയിരിക്കും, വലിയ വീഡിയോ ഒന്നും ഉണ്ടാവില്ല. ഒരു ദിവസത്തെ കച്ചവടം, ഒരു സ്റ്റോർ ലൈസൻസ്, പ്രൊഡക്റ്റ് ലൈസൻസ്, അങ്ങനെ ആക്കിയിട്ട് ഞാൻ വീഡിയോ ഇടാം. ഇതിൽ നിന്ന് ഗ്രൈൻഡ് ചെയ്യാൻ മടുപ്പാണ്, ഞാൻ അതത് കുറച്ച് ദിവസമായിട്ട് കയറുന്നത്. അതുകൊണ്ടാണ് വീണ്ടും തുടങ്ങാമെന്ന് വിചാരിച്ചു. എല്ലാവരും സിമുലേറ്ററില്ലേ, നമ്മളെ സൂപ്പർ മാർക്കറ്റ് പൂട്ടിയ, ജിമ്മ് പൂട്ടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ അതും വരും. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ, ബൈ ബൈ. ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് കേട്ടാ. അപ്പോൾ ബൈ.